ആളും അനക്കവും ആരവവും ഒന്നുമില്ലാതെ ഒരു വാർത്ത അങ്ങ് മുങ്ങിപ്പോയി. ഞാനും ഇന്നലെ അല്പം യാത്രയിലായിരുന്നതിനാൽ അത് ഒന്ന് പറയാനും കഴിഞ്ഞിരുന്നില്ല. സാധാരണ പല ചാനലുകളിലും ആ വാർത്ത ഒരുപാട് വിസ്തരിച്ച് വരേണ്ടതാണ്. ആ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടക്കേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കേണ്ടതാണ്. NIA നിർബന്ധമായും വരേണ്ടതാണ്. അത് നടത്തുന്ന ആളുകളുടെ ഭീകരപ്രവർത്തനത്തെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അറബിക് മന്തിയിൽ വരെ കൈയിട്ടിങ്ങനെ അതിനകത്ത് വല്ലതും ഭീകരവാദകം ഉണ്ടോ എന്ന് പരിശീലിക്കുന്നവർ ധാരാളമുള്ള നാട്ടിൽ അതിനെക്കുറിച്ച് ഒരു ശബ്ദവും ബഹളവും ഒന്നും ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന് വേണ്ട ചില ചേരുവകളില്ലാത്തത് കൊണ്ടാണ് അത് ഹിറ്റാകാത്തത് എന്ന് മനസ്സിലാവുന്നത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. മനോജ് പുനലൂർ ചേരുന്നു. മനോജ്, എന്താണ് ഈ സംഭവം? പോലീസിന്റെ FIR വിശദമാക്കുന്നത് എങ്ങനെയാണ്? സജിത്ത്, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ പുനലൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് പുനലൂർ വെട്ടത്തിട്ട ലിവിംഗ് വാട്ടർ എന്ന ബോർഡിംഗ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴാക്കി തൂക്കിയതായി ഉള്ള വാർത്തകൾ വരുന്നത്. അവിടുത്തെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷണം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് തുടക്കം. അവസാന സെക്യൂരിറ്റി ജീവനക്കാരൻ അതിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. അതിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ ഫാനിൽ നിന്ന് അഴിച്ചുവിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുട്ടികൾ വീട്ടിൽ എത്തി ബന്ധുക്കളോട് വിവരം പറഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറംലോകം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസ് FIR ഇട്ടു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാണ് ആ വാർത്ത. തട്ടമിടുന്നതിനും തലമറയ്ക്കുന്നതിനും ഒക്കെ ചട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ കേരളത്തെ മുൾമുനയിൽ നിർത്തി ആഴ്ചകളോളം ചർച്ച ചെയ്ത് ഒരുപാട് മാർച്ചുകൾ നടന്ന് എല്ലാവരും അഭിപ്രായ പ്രകടനം നടത്തിയ കേരളത്തിലാണ് പുനലൂർ വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിൽ നടന്ന ഈ ക്രൂരതയെക്കുറിച്ച് പറയുന്നത്. മെയ് 2-നാണത്രേ ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട സ്വദേശികളായ ലിജുകുമാർ, ടോം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്രേ. ടോമാണ് വാർഡൻ. ഈ പറയുന്ന സ്കൂള് പുനലൂരിലാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ വാർത്ത. പക്ഷേ ആ വാർത്ത ഒരിതില്ലാത്തതുകൊണ്ട് ഒരിതും ആകാതെ ഈ വഴിക്കങ്ങ് പോയി എന്ന് മാത്രമല്ല, ആരും വലുതായിട്ട് ഏറ്റെടുത്തില്ല, ചർച്ച ചെയ്തില്ല, ബഹളമില്ല, ഒച്ചയില്ല, ഒന്നുമില്ല. ശാന്തം. ശുഭം. നമസ്കാരം. നന്ദി.